കുവൈറ്റ് ദുരന്തത്തിൽ സുഹൃത്തുക്കളുടെ അപ്രതീക്ഷിത വിയോഗം ഓർക്കുമ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി അലന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അടുത്തിടെ ഇവർ ഒരുമിച്ചാണ് ജോലിക്കെത്തിയത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അലന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ കേൾക്കാം. ഞങ്ങളൊരു 4 പേരാണ് ബാച്ച് വന്നത്. ഞാൻ, ശ്രീരാഗ്, ശ്രീജേഷ്, പിന്നെ ബിനോയ്. അതിൽ 3 പേര് ഇപ്പോൾ മരിച്ചു. ഇല്ല, ഇതിലിപ്പോൾ ഞാൻ മാത്രം, എൻ്റെ ബാച്ചിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങിയപ്പോൾ അവരെ നോക്കിയായിരുന്നു. അവർ മേളിൽ 6th ഫ്ലോറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മേളിലത്തെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് അവർ വീശി കാണിക്കുന്നുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ 6ാമത്തെ ഫ്ലോറിൽ ഭയങ്കര പുകയായിരുന്നു. തങ്ങൾ അപകടത്തിലാണെന്ന് 6ാം നിലയിലെ ഫ്ലാറ്റിൽ ആദ്യം മനസ്സിലാക്കുന്നത് അലൻ ആണ്. ആദ്യം ഞാൻ എണീറ്റത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു, തീ പിടിച്ചെന്ന് തോന്നുന്നു, വേറെ എവിടെയോ തീ പിടിച്ച് നമുക്ക് സ്മോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എണീറ്റത്. പിന്നെയാണ് നമ്മൾ ജനൽ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയാണ് കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ അവരോട് പറഞ്ഞ് നമ്മൾ നേരെ മെയിൻ ഡോർ വഴി പുറത്തോട്ടിറങ്ങാൻ ശ്രമിച്ചപ്പോൾ മെയിൻ റോഡിൻ്റെ ഉള്ളിൽ തുറന്ന ഉടനെ പുക ഇങ്ങോട്ട് തള്ളി. അത്രയ്ക്ക് സ്മോക്കായിരുന്നു അവിടെ, സ്വയം പോലും കാണാൻ പറ്റാത്ത അത്രയും സ്മോക്ക്. അങ്ങനെ ആ സ്മോക്കിൽ നിന്ന് തിരിച്ച് ഉള്ളിൽ വന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഒന്നെങ്കിൽ ചാടുക, അല്ലെങ്കിൽ വേറെ ഓപ്ഷനില്ല, ചാടാനെന്നുള്ള ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുന്നത് ജനലിൽ. ഒരു അത്യാവശ്യം 2-3 പേർക്ക് തലയിടാനുള്ള ഗ്യാപ്പുള്ള ജനലിൽ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ബാക്കിയുള്ളവർക്ക്, ഉള്ളിലുള്ളവർക്ക് തല പുറത്തോട്ടിടാൻ പറ്റില്ല. അപ്പോൾ ഗ്യാപ്പില്ല. അപ്പോൾ ഞാൻ പിന്നെ ബേക്കിൽ നിന്ന് അറിഞ്ഞുകൊണ്ടല്ല, ഇവർ ഈ തള്ളൽ തുടങ്ങി. ഈ വെപ്രാളം കാരണം ബേക്കിൽ നിന്നൊരു പുഷ് വരും. കേബിൾ കണക്ഷൻ്റെ വയറാണ് അലന് രക്ഷയായത്. അവിടെ ഒരു വയറുണ്ട്, വള്ളി ഉണ്ടായിരുന്നു. അതിലൊന്ന് വലിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം ബലമുണ്ട്. പിന്നെ ആ സമയത്തൊക്കെ പുക നമ്മൾ എടുക്കുന്നുണ്ട്, ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുക ശ്വസിക്കുന്നതിലും ഭേദം ആ വയറ് വഴി ഇറങ്ങും. കൈ പൊള്ളുന്നറിയാം, കാരണം വെന്റിലേഷൻ പഴുത്തിരിക്കുകയാണ്, കൈ പൊള്ളുന്നറിയാം. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ ഞാൻ ഇറങ്ങിക്കൊണ്ട് വേറൊരാളും കൂടെ ഇറങ്ങി, അവനും രക്ഷപ്പെട്ടു. അപകടം നടന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ അലന് ബന്ധുക്കളെ താൻ സുരക്ഷിതനാണെന്ന് അറിയിക്കാൻ കഴിഞ്ഞു. ഞാൻ എണീറ്റപ്പോൾ നോർമലി ഫോണിൻ്റെ സമയം നോക്കിയിട്ടാണ് പെട്ടെന്ന് തീ പറഞ്ഞപ്പോൾ ഫോൺ എടുത്തിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഫോൺ നേരെ പോക്കലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി ഞാൻ ആരെയും വിളിച്ചില്ല. കുറച്ച് സമയത്തിനുള്ളിൽ ഇത് അറിഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ അനിയത്തിയും ആൻറ്റിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞു ഞാൻ ഓക്കെയാണ്. ഏകദേശം ഒരു 20-30 മിനിറ്റിനുള്ളിൽ ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു. ഫോൺ വിളിച്ച് കിട്ടി അവർക്ക് തന്നെ. രക്ഷപ്പെട്ടതിന് ശേഷം ഒരു 10-30 മിനിറ്റിനുള്ളിൽ അവർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ പറ്റി. ഫോൺ എടുത്ത് ഞാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. വിഷമാവസ്ഥയിൽ നിന്നും സ്വാഭാവിക ജീവിതത്തിലേക്ക് നടന്നു കയറാൻ അലന് ഇനിയും നാളുകളേറെ വേണ്ടിവരും. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.